ഓണക്കാലമായില്ലെങ്കിലും ഓണക്കോടി എന്ന് പറയുമ്പോൾ ഒരു ഓണാശംസ വേണമല്ലോ. അപ്പോൾ നമുക്കിന്നിപ്പോൾ ഓഗസ്റ്റ് 6 തന്നെ ഓണത്തിൻ്റെ ഒരു കർട്ടൻ റൈസർ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വാസ്തവത്തിൽ ആടി മാസമാണ് അല്ലേ? ആടിയിൽ തന്നെ ഓണം ആരംഭിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ കല്യാൺ സിൽക്സ് എന്ന സ്ഥാപനം, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലാണ് കല്യാൺ സിൽക്സ് വളർന്നത്. ഞാനിപ്പോൾ ഒരു 40-45 കൊല്ലമായിട്ട് ഈ പാളയത്തും തിരുവനന്തപുരത്തുമായി ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ എല്ലാ വർഷവും തൃശ്ശൂർ പൂരത്തിന് പോവുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വഭാവമാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ തിരുവമ്പാടിയുടെ സൈഡിലാണ് കല്യാണം. എനിക്ക് സൈഡില്ല, ഞാൻ 2 സൈഡിലും പോകും. അപ്പം തിരുവമ്പാടിയുടെ പഞ്ചവാദ്യം, മഠത്തിലെ വരവ്, അത് കല്യാൺ സ്വാമിയുടെ കൂടെ നിന്ന് ജനക്കൂട്ടത്തിനിടയിൽ നിന്നാണ് എത്രയോ വർഷങ്ങൾ, പതിറ്റാണ്ടുകളായിട്ട് കേൾക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഒരു പഞ്ചവാദ്യം കേൾക്കുന്ന, ആസ്വദിക്കുന്ന ടീമിലെ 2 സ്നേഹിതന്മാരാണ്. അപ്പോൾ ഞാൻ ആദ്യമായി കല്യാൺ സിൽക്സിന് എല്ലാ ആശംസകളും നേരുന്നു. കല്യാൺ സിൽക്സും കല്യാൺ ഗ്രൂപ്പും ഇന്ന് തൃശ്ശൂരോ അല്ലെങ്കിൽ കേരളത്തിലോ മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിരുന്നു, ഞാൻ വിളിച്ചിരുന്നു, UAE-യിലാണ് അല്ലേ, ഷാർജയിലാണ്. ഷാർജയിൽ ഒരു വലിയ ഷോറൂം ഉദ്ഘാടനം ചെയ്ത് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് കല്യാൺ. കല്യാൺ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ തൃശ്ശൂരോ കേരളത്തിലോ തിരുവനന്തപുരത്തോ അല്ല. ലോകം മുഴുവൻ കല്യാൺ വ്യാപിക്കട്ടെ. ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ബ്രാൻഡുകൾ കാണുമ്പോൾ നമുക്കെല്ലാം ഒരു ചെറിയൊരു സ്വകാര്യമായ അഹങ്കാരമൊക്കെ നമ്മുടെ നാട്ടിലാണല്ലോ. അപ്പോൾ അതിൽ കല്യാണം ആ ക്ലബിൽ, ഇന്റർനാഷണൽ ക്ലബിൽ എത്രയോ നാളുകളായിട്ട് ചേർന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ UK-യിൽ പോകുന്ന സമയത്ത് കല്യാൺ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ എന്തായാലും പട്ടുസാരിക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ വലിയൊരു സെയിൽസ് ആ സമ്മേളനത്തിൽ നടത്തിയതും അന്നത്തെ കൊച്ചു സ്വാമിമാരുമായിട്ടുള്ള എൻ്റെ അന്നത്തെ സഹവാസമൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. എന്തായാലും കല്യാൺ സിൽക്സിൽ നിന്ന് ഓരോ 2000 രൂപയുടെ പർച്ചേസിന്, ഹൈപ്പർ മാർക്കറ്റിൽ 1000 രൂപയുടെ പർച്ചേസിന് ഒരു കൂപ്പൺ നിങ്ങൾക്ക് കിട്ടും. ആ കൂപ്പൺ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്ന അതിഗംഭീരമായിട്ടുള്ള സമ്മാനങ്ങളാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്തായാലും ഈ പരിപാടി വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ന് ഓണത്തിന് മുൻപായിട്ട് കുറേ അപകടങ്ങളുണ്ടായി തിരുവനന്തപുരത്ത്. അപകടങ്ങളുടെ തോത് കുറവാണെങ്കിലും 4 പേർ നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവരുടെ സ്ഥലം തന്നെ പലയിടത്തും ഒലിച്ചു പോയി. അവർക്കെല്ലാം വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ഒരുക്കുന്നതിനും വേണ്ടി മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുമെല്ലാം സജീവമായ ഓരോ ജില്ലകളുടെയും ചാർജ് എടുത്ത് നിൽക്കുന്നുണ്ട്. ഈ ജില്ലയുടെ ചാർജ് എനിക്കാണ്. പക്ഷേ ഏറ്റവും കുറച്ച് മഴക്കെടുതി എന്ന രീതിയിലുണ്ടായത് തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു. ഇപ്പോൾ ക്യാമ്പുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഓണത്തിന് തൊട്ട് മുമ്പായി കർക്കിടക മാസം വളരെ രൂക്ഷമായ തരത്തിൽ 24 മണിക്കൂർ കൊണ്ട് 10-40 സെന്റിമീറ്റർ മഴ പെയ്ത് നമ്മളെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. ആ ദുഃഖമുണ്ട്. ആ വീടുകൾ നഷ്ടപ്പെട്ടവരുടെ, അവരുടെ തുണികൾ നഷ്ടപ്പെട്ടവർ, അവരുടെ ഉടുപ്പുകൾ നഷ്ടപ്പെട്ടവർ, പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടവർ, കടകളിൽ വെള്ളം കയറി വിഷമിക്കുന്നവർ, അവരുടെ ഒപ്പമാണ് ഞങ്ങളുടെ എല്ലാം മനസ്സ്. ഷർലിനോട് പറയായിരുന്നു, നമുക്ക് ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ചാലോ എന്ന് പോലും ഞങ്ങളിങ്ങനെ അവരെന്നോട് പറഞ്ഞു. അത് അവരുടെ ഒരു ഏറ്റവും വലിയ ഒരു കൺസേണാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മളിപ്പോൾ തൽക്കാലം ഈ പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ഓണക്കോടിക്കൊപ്പം 2 കോടി 2026 എന്ന പരിപാടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.